തികഞ്ഞ പാണ്ഡിത്യത്തോടൊപ്പം വ്യാപാരിയും ധനാഢ്യനുമായിരുന്നു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മിടുക്കനായിരുന്ന ശിഷ്യനായിരുന്നു ഇമാം മുഹമ്മദ് എന്നവർ. എല്ലാ ദിവസവും കൃത്യമായി ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ ആരാഞ്ഞ് പഠിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി. ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഒരുപാട് വേദനകൾ സഹിച്ച് ക്ലാസ്സുകളിലേക്ക് വന്നിരുന്ന മുഹമ്മദ് എന്ന വിദ്യാർത്ഥിയെ കുറച്ച് ദിവസങ്ങൾ കാണാതായപ്പോൾ വീണ്ടും കണ്ടുകിട്ടിയ അവസരത്തിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മകനെ, നീ എന്തായിരുന്നു ഇത്രയും ദിവസം വരാതിരുന്നതെന്ന്. തൻ്റെ കുടുംബത്തിലെ അവസ്ഥയും വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പഠനം അവസാനിപ്പിച്ച് ജോലിക്ക് പോകാനുണ്ടായ നിർബന്ധവും അദ്ദേഹം പറയുന്നു. ശേഷം ഒരു സ്വർണത്തിൻ്റെ കിഴിയെടുത്തു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇത് വെച്ച് നിൻ്റെ വീട്ടിലെ ചിലവിനെ നടത്തുക, ഇത് കഴിഞ്ഞാൽ ഇനിയും എന്നോട് ആവശ്യപ്പെടുക, ഞാൻ നിനക്ക് തരാം. ഇത്തരത്തിലായിരുന്നു ഇസ്ലാമിലെ സ്വതക്കയുടെ രീതി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടായിട്ട് പറയുന്നുണ്ട് സ്വതക്ക കൊണ്ടുവരാൻ വേണ്ടി. ആ അവസരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അടങ്ങുന്ന ആ സ്വഹാബത്ത് വീട്ടിലേക്ക് മടങ്ങുകയും വിവിധ തരത്തിലുള്ള സ്വതക്ക എടുത്തുകൊണ്ട് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നു, സിദ്ദീഖ് തങ്ങൾ, നബി തങ്ങൾ ചോദിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മയും ബാപ്പയും ഒഴികെയുള്ള എല്ലാം ഞാൻ സ്വതക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിൻ്റെ നേർപകുതി വീട്ടിൽ വെച്ച് ബാക്കിയെല്ലാം ഞാൻ സ്വതക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വതക്ക കൂടെ ഏതൊരാളുണ്ടെങ്കിലും ആ വ്യക്തിയും നമ്മെപ്പോലെ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പ്രാപ്തമാകണമെന്ന ലക്ഷ്യത്തിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്ന അവസരത്തിൽ പുറത്തുനിന്ന് ഒരു യാചകൻ വന്ന് ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീളെടുത്ത് കൊടുക്കുമ്പോൾ ജോലിക്കാർ ചോദിക്കുന്നുണ്ട്, നമുക്ക് ആകെ കഴിക്കാനുള്ളത് ഇത് മാത്രമല്ലേ എന്ന്. അപ്പോൾ അവിടുന്ന് പറയുന്ന മറുപടി, നമ്മൾ കൊടുത്തതിനേക്കാൾ നല്ല സ്വതക്ക നമുക്ക് എത്തിച്ചേരുമെന്നായിരുന്നു. എല്ലാ രൂപത്തിലും സമൂഹത്തെ മികച്ച രീതിയിലേക്ക് പ്രാപ്തമാക്കാനുള്ള രൂപത്തിലാണ് സ്വതക്ക മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപരന് ഉപദ്രവകരമല്ലാത്ത ഉപകാരപ്രദമാകുന്ന ഏതൊരു വസ്തുവിനെയും ഏതൊരു കാര്യത്തെയും നമുക്ക് സ്വതക്ക നൽകാൻ സാധിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ സ്വതക്ക നൽകലാണ് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന കാര്യം. നമ്മൾ ധാരാളം ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. ആ ജീവിക്കുന്നവരുടെ എല്ലാവരുടെയും സാമ്പത്തിക ശേഷിയോ സാമ്പത്തിക സ്ഥിതിയോ നമ്മളൊരു പക്ഷേ മനസ്സിലാക്കുന്നില്ല. എന്നാൽ നമ്മൾ അറിയുന്ന പല കാര്യങ്ങളുമുണ്ട്. അവരെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ സഹായിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഈത്തപ്പഴച്ചീള് കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്ന് ഇമാം ഹാത്തിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് സ്വതക്കയെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകാരിലേക്കും നമ്മുടെ കുടുംബക്കാരിലേക്കും നമുക്ക് ആരെയെല്ലാം സഹായിക്കാൻ സാധിക്കുന്നവരിലേക്കും നമുക്ക് സ്വതക്കയെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. സ്വതക്ക എന്ന സംസ്കാരത്തെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്.